പ്രിയമുള്ളവരെ, കേരള അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ, നിയമസഭയുടെ പുസ്തകോത്സവത്തിൽ വളരെ അഭിമാനത്തോടു കൂടിയാണ് മിനർവയുടെ മൂങ്ങ എന്ന ഈ നോവൽ ചർച്ചയ്ക്കായി വയ്ക്കുന്നത്. തപാൽ വകുപ്പിൽ നിന്ന് ഡയറക്ടറായി വിരമിച്ച കവിയും എഴുത്തുകാരനുമായ ശ്രീ എം മോഹൻദാസാണ് ഈ ബൃഹത്തായ നോവൽ രചിച്ചിട്ടുള്ളത്. മിനർവയുടെ മൂങ്ങ പേര് നമുക്ക് ഒരു അസ്വാഭാവികത തോന്നിയേക്കാം. അത് ഹെഗൽ എന്ന് പറയുന്ന 19-ാം നൂറ്റാണ്ടിലെ വളരെ പ്രശസ്തനായ ഒരു ഫിലോസഫർ, തത്വചിന്തകൻ്റെ, ചരിത്രകാരൻ്റെ ഒരു ആശയം കൂടി കടമെടുത്തുകൊണ്ടാണ് മിനർവയുടെ മൂങ്ങ എന്ന പേര് ഈ നോവലിന് അദ്ദേഹം നൽകിയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ റോമൻ മിത്തോളജിയിലെയും ഗ്രീക്ക് മിത്തോളജിയിലെയും ചില കഥാപാത്രങ്ങളെ കൂടി സ്വാംശീകരിച്ചുകൊണ്ട് ഒരു ചരിത്ര യാഥാർത്ഥ്യം അത് നടന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അതിൻ്റെ പ്രതിസ്ഫുരണങ്ങൾ സമൂഹത്തിൽ വ്യാപിക്കുക എന്ന വിപുലമായ ഒരു ആശയ സംഹിതയുടെ സംക്ഷിപ്ത രൂപമാണ് മിനർവയുടെ മൂങ്ങ. അതിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ദ ഓൾ ഓഫ് മിനർവ സ്പ്രെഡ്സ് ഇറ്റ്സ് വിങ്സ് ഒൺലി വിത്ത് ദി ഫാളിംഗ് ഓഫ് ദ ഡസ്കിന് ശേഷം, സന്ധ്യയ്ക്ക് ശേഷമാണ്, അല്ലെങ്കിൽ രാത്രിയോടുകൂടിയാണ് മിനർവയുടെ മൂങ്ങ അതിൻ്റെ ചിറകുകൾ വിടർത്തി പറന്ന് ഉയരുന്നത്. ഇവിടെ ഹെഗൽ ഈ ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ചില ചരിത്ര യാഥാർത്ഥ്യങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. ഒരു ചരിത്രം അതിൻ്റെ പരിപൂർണതയിൽ, പരിസമാപ്തിയിൽ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ബഹിർസ്ഫുരണങ്ങൾ ഒരുപക്ഷെ സമൂഹത്തെയും ലോകത്തെയും ഒക്കെ ചലിപ്പിക്കാൻ കഴിയുന്നതായിരിക്കണം എന്ന് അദ്ദേഹം കരുതുകയാണ്. ഇവിടെ മിനർവയുടെ മൂങ്ങ ഈ ആശയങ്ങൾക്കെല്ലാം അപ്പുറം നിൽക്കുന്ന ഒരു പ്രമേയമാണ് അവതരിപ്പിക്കുന്നത്. അതായത് 70കളിലും 80കളിലും നമ്മുടെ രാജ്യത്തെ പിടിച്ചുകുലുക്കിയ നക്സലൈറ്റ് വിപ്ലവ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഏടിനെ നോവൽ ഭാഷയിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ് നോവലിസ്റ്റ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നോവലിൻ്റെ ആമുഖത്തിൽ നോവലിസ്റ്റ് വടക്കൻ ബംഗാളിലെ നക്സൽബാരി എന്ന കൊച്ചു ഗ്രാമത്തിലെയും അവിടുത്തെ വിപ്ലവ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ചാരു മജുംദാറെയും നോവൽ വഴികളിലെ ചരിത്ര വെളിച്ചമായി അവതരിപ്പിച്ചുകൊണ്ടാണ് പിന്നീട് ആന്ധ്രയിലെ പീപ്പിൾസ് വാർ ഗ്രൂപ്പ് എന്ന സംഘടനയുടെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായ സഖാവ് കൊണ്ടപ്പള്ളി സീതാരാമയെയും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പത്നി കോടേശ്വരമ്മ, അപ്പോൾ സഖാവ് കൊണ്ടപ്പള്ളി സീതാരാമയ്യയെയും കോടേശ്വരമ്മയുടെയും വിപ്ലവ ജീവിതത്തിൻ്റെ നോവൽ ആവിഷ്കാരമാണ് ഈ കഥ, ഈ നോവൽ. ഈ നോവലിൽ ഒരു നോവലിൻ്റെ ഭദ്രമായ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് നോവൽ കൈകാര്യം ചെയ്യാൻ നോവലിസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ നോവലിലൂടെ കടന്നു പോകുമ്പോഴേക്കും കാവ്യാത്മകമായ സാഹിത്യ ഭാഷ ഒഴുകുന്നതായി കാണാം. നോവലിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചരിത്രമാണ് അതിൽ പ്രധാനം, വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ഇടപെടലുകളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വഴി. ആ കൈവഴികളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ പ്രകൃതിയെ വർണ്ണിക്കാൻ, സാഹചര്യങ്ങളെ വർണ്ണിക്കാൻ ഒക്കെ അദ്ദേഹം കാൽപ്പനികമായ തൻ്റെ ഭാഷ, തൻ്റെ കാവ്യഭാഷ ഒരു ഒഴുക്കുവെള്ളം പോലെ ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് ആ നോവലിലുടനീളം നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായിട്ടും ഈ പുസ്തകം കയ്യിലെടുത്താൽ വളരെ ഉദ്വേഗത്തോടുകൂടി സീതാരാമയ്യയുടെയും അദ്ദേഹത്തിൻ്റെ പത്നിയുടെയും ബാല്യകാലം മുതൽക്കുള്ള ജീവിതം, അവർ വിവാഹിതരാകുന്നതും വിവാഹത്തിന് ശേഷം രണ്ടുപേരും വിപ്ലവ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുന്നതും
അവിടെ നടക്കുന്ന ജീവിത സംഘർഷങ്ങളും വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മാത്രമല്ല, ആന്ധ്രയുടെ ആ ഭൂമികയാകെ, അവിടുത്തെ ഭൂമിശാസ്ത്രത്തെ ആകെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഗ്രാമപ്രദേശങ്ങളിലൂടെ ആകെ സഞ്ചരിക്കാൻ നോവലിസ്റ്റിന് കഴിയുന്നുണ്ട്. ഒരു വിപ്ലവകാരിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകങ്ങളാണ് തൻ്റെ പ്രസ്ഥാനം, സഖാവ്, പാർട്ടി എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ ആകെ ചേർത്ത് വയ്ക്കുന്ന, മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന, നമ്മുടെ മനസ്സിലാകെ തന്നെ ഒരു വിപ്ലവത്തിൻ്റെ ആവേശം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ചരിത്ര വിപ്ലവ നോവലാണ് മിനർവയുടെ മൂങ്ങ. മാർക്സും ലെനിനും സി രാജേശ്വര റാവുവും പി സുന്ദരയെയും ഒക്കെ നമുക്ക് വായനയിലൂടെ, ഈ നോവലിലൂടെ കടന്നു വരികയാണ്. പലപ്പോഴും നമ്മൾ ഈ ചരിത്ര വിപ്ലവ നോവൽ വായിച്ചു പോകുമ്പോഴേക്കും കേരളത്തിൽ നമ്മൾ പി കൃഷ്ണപിള്ളയെയും EMSനെയൊക്കെ ഓർമ്മിക്കും. കാരണം വിപ്ലവ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിന് തൻ്റെ ജീവൻ മാത്രമല്ല, തൻ്റെ സ്വത്തുക്കളാകെ പണയപ്പെടുത്തിയും വിറ്റും ഒരു പ്രസ്ഥാനത്തെ പടുത്തുയർത്തിയ EMSനെ പോലുള്ള ആളുകൾ, അതിന് സംഘടനാപരമായ നേതൃത്വം കൊടുത്ത ചുറുചുറുക്കുള്ള വിപ്ലവ പോരാളിയായ പി കൃഷ്ണപിള്ളയെപ്പോലുള്ള സഖാക്കൾ, ഇവരെയൊക്കെ ഓർമ്മിക്കാൻ നമുക്ക് ഈ നോവലിലൂടെ സഞ്ചരിക്കുമ്പോഴത്തേക്കും ഏതൊരു വായനക്കാരനെയും അതിന് പ്രാപ്തനാക്കും. പ്രത്യേകിച്ച് ചരിത്ര വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ രാഷ്ട്രീയവുമായി ഇടപഴകി കഴിയുന്ന നമ്മുടെ ഇന്നത്തെ തലമുറയിൽപ്പെട്ട ആര് തന്നെയാണെങ്കിലും ഈ നോവൽ വായനയിൽ ഇങ്ങനെയുള്ള കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെയും ഒരുപക്ഷെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നേരിടുന്ന വെല്ലുവിളികളെയും, ആ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഗതിക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, അതിലൊരു നിരാശ ഉള്ള ധാരാളം പേരുണ്ട്. അതിലൊരാൾ തന്നെ ആയിരിക്കണം ഒരുപക്ഷെ നോവലിസ്റ്റും എന്ന് ഈ നോവൽ വായിക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും. അങ്ങനെ 30 അധ്യായങ്ങളിലായി നോവൽ പടർന്ന് പരിലസിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളിലെ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പിനെയും തുടർന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണത്തിലേക്ക് പോകുന്നതും ഇതെല്ലാം സുബ്ബയ്യ എന്ന കഥാപാത്രത്തിലൂടെ, നേരത്തെ പറഞ്ഞതുപോലെ സീതാരാമയെയും അദ്ദേഹത്തിൻ്റെ പത്നിയും അതേ പേരുകളിൽ പിന്നീട് അറിയപ്പെടുന്നില്ല. പിന്നീട് ആ പേരുകൾക്കെല്ലാം മാറ്റം വരുത്തി അദ്ദേഹം നോവൽ രൂപത്തിലേക്ക് പോവുകയാണ്. പക്ഷേ വായനക്കാരായി നമുക്കറിയാൻ പറ്റും സുബ്ബയ്യ ആരാണ് എന്ന്. ആ സുബ്ബയ്യയുടെ ജീവിത വഴികളിലൂടെ ഈ നോവലിനെ വികസിപ്പിച്ച് ഒരു യഥാർത്ഥ വിപ്ലവകാരിയെ വരച്ചിടുന്നതിൽ നോവലിസ്റ്റ് വിജയിച്ചിരിക്കുന്നു എന്നീ നോവൽ വായിച്ചു കഴിയുമ്പോൾ ഏതൊരു വായനക്കാരനും അവൻ്റെ മനസ്സുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചരിത്രവും ഭൂമിശാസ്ത്ര വിജ്ഞാനവും മാർക്സും മാവോയും അവരുടെയൊക്കെ ചിന്തകളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പിളർപ്പും തുടർന്ന് സായുധ വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് വിരാമമിട്ട് ഇന്ത്യൻ ജനാധിപത്യ പാതയിലേക്ക്, പാർലമെൻ്ററി രംഗത്തേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തിരിയുമ്പോൾ സുബ്ബയ്യ അനുഭവിക്കുന്ന ഒരു നിരാശയുണ്ട്. ഒരു വിപ്ലവകാരി ചെറുപ്പകാലം മുതൽ വിപ്ലവ പാതയിലൂടെ സഞ്ചരിച്ച് തൊഴിലാളികളെ സംഘടിപ്പിച്ച്, കർഷകരെ സംഘടിപ്പിച്ച്, അവിടുത്തെ ഏറ്റവും താണ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അന്നത്തെ ജന്മിത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ആയുധമെടുത്തുപോലും പോരാടിയ സുബ്ബയ്യ പിന്നീട് രാഷ്ട്രീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പാർലമെൻ്ററി രംഗത്തേക്കുള്ള കടന്നുവരവ് സംഭവിക്കുമ്പോഴേക്കും അങ്ങേയറ്റം നിരാശപ്പെടുകയാണ്. ആ നിരാശപ്പെടുന്ന ഇത് ഒരു രാഷ്ട്രീയ ബോധ്യമുള്ള ഒരു വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ നിരാശ പടരും, വായനക്കാരിലേക്കും പടരും. അങ്ങനെ പടർത്താൻ കഴിയുന്ന ഒരു നോവൽ ഭാഷ ഇവിടെ നോവലിസ്റ്റ് ആ നോവലിലുടനീളം പ്രയോഗിച്ചിട്ടുണ്ട്. ഈ നോവൽ ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്: കണ്ണെത്താ ദൂരത്തോളം പാടങ്ങളാണ്, പൂത്തു ചിരിച്ചു നിൽക്കുന്ന കരിമ്പിൻ പാടങ്ങൾ. വീടിൻ്റെ തുറന്ന ഇറയത്ത് ചൂടിക്കട്ടിലിരുന്ന് നോക്കിയാൽ അവയുടെ ഇടയിലെ നേർത്ത വരമ്പിലൂടെ പതുങ്ങി വരുന്ന പ്രഭാതത്തെ കാണാം.
അതിനെന്നും നരച്ച നിറമാണ്. പുതിയ ലോകത്തെക്കുറിച്ച് കണ്ട സ്വപ്നങ്ങളൊക്കെ അസ്തമിച്ചു പോയ ഒരുവൻ്റെ മ്ലാനമായ മനസ്സിൻ്റെ നരച്ച നിറം. ഒരുപക്ഷേ ഒരു വിപ്ലവകാരിക്ക് തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയാത്തതിൻ്റെ ഒരു നിരാശയുടെ സൂചനയായിരിക്കണം ആ നരച്ച നിറം നോവലിസ്റ്റ് അങ്ങനെ അവതരിപ്പിക്കാൻ കാരണം. പിന്നീട് സുബ്ബയ്യയുടെ ജീവിതത്തിൻ്റെ ഫ്ലാഷ് ബാക്കാണ്. സുബ്ബയ്യയുടെ ചെറുപ്പകാലം മുതൽക്കുള്ള കാര്യങ്ങളിലേക്ക് നോവലിസ്റ്റ് കടന്നു പോവുകയാണ്. അങ്ങനെ സുബ്ബയ്യയുടെ ബാല്യ യൗവന കാലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നോവലിസ്റ്റ് അഭൗമമായ തൻ്റെ യൗവനകാലത്തെ നിറമുള്ളതാക്കി തീർത്തുവെച്ച കഥാപാത്രങ്ങളിൽ നിന്ന് അതിവേഗത്തിൽ ചലനാത്മകമായ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഇടപെടലുകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. പകുതിയോളം പിന്നിടുമ്പോഴേക്കും നോവലിൽ പറയുന്നുണ്ട് നാഷണൽ കൗൺസിലിൽ നിന്ന് 32 പേർ ഇറങ്ങി വന്ന് ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കിയ ചരിത്രം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പും അത് CPIയും പിന്നീട് CPIMഉം ആയി മാറിയ ആ ചരിത്ര സന്ദർഭം ഈ നോവലിൻ്റെ അവിഭാജ്യ ഘടകം തന്നെയാണ്. ആ അവിഭാജ്യ ഘടകമായ രാഷ്ട്രീയത്തെ അദ്ദേഹം കൃത്യമായി പറയേണ്ടുന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ചില രൂക്ഷമായ വിമർശനങ്ങളും പ്രസ്ഥാനത്തിനെതിരെ ചൊരിയുന്ന സുബ്ബയ്യയുടെ വാക്കുകൾ വിപ്ലവ പ്രസ്ഥാനം പരാജയപ്പെട്ടു പോയതിലുള്ള നിരാശകൾ തന്നെയായിരിക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇങ്ങനെ ഒരു നോവൽ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് KV മോഹൻകുമാറിൻ്റെ ഉഷ്ണരാശി നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. പുന്നപ്ര വയലാർ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ ഉഷ്ണരാശിക്ക് സമാനമോ അല്ലെങ്കിൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ മറ്റൊരു വിപ്ലവ ഭൂമികയെ വായനക്കാരിൽ അവതരിപ്പിക്കാനും വായനക്കാരിൽ ആ വിപ്ലവ ബോധത്തിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകളും പിന്നീട് അതിൻ്റെ അസ്തമിച്ചു പോയ നാളങ്ങളും അവനിൽ ആദ്യത്തെ ആവേശത്തോടൊപ്പം പിന്നെ നിരാശയും എത്തിച്ചേരുന്നതിലേക്ക് വളർത്തുന്നുണ്ട് ഈ നോവൽ. ഇവിടെ പറയുന്നുണ്ട്, പാർട്ടി മാത്രം ബന്ധുവും സഖാക്കൾ മാത്രം സുഹൃത്തുക്കളുമായി കഴിഞ്ഞിരുന്ന ഒരാൾ പാർട്ടിയിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ പിന്നെ അനാഥന് സമമാണ്. കുറേ കാലം കഴിയുമ്പോഴേക്കും സുബ്ബയ്യ പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയാണ്. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നു. മൂത്ത മകൻ ഉൾപ്പെടെയുള്ള മക്കൾ മരണപ്പെടുന്നു. ഭാര്യയുമായി പിണങ്ങി അദ്ദേഹം ഏകാന്തവാസത്തിൽ കഴിയുന്നു. അതിനുശേഷം തടവിലാക്കപ്പെടുന്നു. ഈ കാലഘട്ടങ്ങളിലൂടെ ഒരു വിപ്ലവകാരി കടന്നു പോകുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച ഒരു വിപ്ലവകാരിക്ക് പാർട്ടിയാണ് എല്ലാം, സഖാക്കളാണെല്ലാം, ജനങ്ങളുടെ ജീവിതമാണെല്ലാം. അതിൽ നിന്നും കരയിൽ പിടിച്ചിട്ട മീനിനെപ്പോലെ പിടയ്ക്കുകയാണ് സുബ്ബയ്യ എന്ന കഥാപാത്രം. അത് എഴുതി വച്ചിരിക്കുന്നത് മാത്രമല്ല, നമ്മളതിലൂടെ വായനയിലൂടെ പോകുമ്പോൾ തന്നെ ആ സുബ്ബയ്യയുടെ ഹൃദയം ഇടിക്കുന്നത് അല്ലെങ്കിൽ ആ പിടപ്പ് വായനക്കാരന് മനസ്സിലാക്കാൻ കഴിയും. ഏതാണ്ട് ഒരൊറ്റ ഇരിപ്പിൽ നമുക്ക് അതിവേഗത്തിൽ വായിച്ചു പോകാൻ കഴിയും. കുറേ വിജ്ഞാനങ്ങളും ചരിത്രപരമായ അറിവുകളും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും അവിടുത്തെ ആഹാര രീതികളും പ്രാദേശികമായിട്ടുള്ള വർത്തമാനങ്ങളും ഭാഷയും ഒക്കെ ഇതിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിത കാലത്തിൽ അവിടെ ആന്ധ്രയിൽ തന്നെ തങ്ങാനും ഒക്കെ ഇടയായതുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ആ നോവൽ അവസാനിക്കുമ്പോഴേക്കും അദ്ദേഹം നോവലിൻ്റെ അവസാനം പറയുന്നത് പോലെ തന്നെ അപ്പോഴും ബ്രേക്കുകൾ നഷ്ടപ്പെട്ട ചരിത്രത്തിൻ്റെ ഒരു തീവണ്ടി മനസ്സിനുള്ളിൽ ചൂളം വിളിച്ച് പിന്നോട്ട് പായുന്നുണ്ടായിരുന്നു. അതിനുള്ളിൽ എവിടെയോ കൈവീശി സഖാവ് സുബ്ബയ്യയും. ആ കൈവീശൽ വായനക്കാരായ നമ്മുടെ മനസ്സിൽ തന്നെ ആ വീശലിൽ നമുക്കൊരു പ്രത്യാശപരമായ വീശൽ അല്ലെങ്കിൽ ആ സഖാവിനോടുള്ള സഹതാപപരമായ ഒരു പ്രതികരണം നമ്മുടെ മനസ്സിലും രൂപപ്പെടുത്താൻ ഈ നോവലിന് കഴിയുന്നുണ്ട്. അങ്ങനെ മിനർവയുടെ മൂങ്ങ എന്ന ഈ നോവൽ ചരിത്രത്തെയും രാഷ്ട്രീയത്തെയും വിപ്ലവ പ്രസ്ഥാനത്തെയും ആഴത്തിൽ സ്പർശിക്കുന്ന
ഈ നോവൽ കൂടുതൽ കൂടുതൽ വായനക്കാരിലേക്ക് എത്തട്ടെ, കൂടുതൽ വായിക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ചർച്ചയിൽ അഡ്വക്കേറ്റ് എസ് കെ സുരേഷും ശ്രീ കരവാരം രാമചന്ദ്രനും കൂടി പങ്കെടുത്തുകൊണ്ട് ഈ ചർച്ച പൂർത്തിയാക്കപ്പെടുകയാണ്. ആദ്യം സംസാരിക്കുന്നതിനായി അഡ്വക്കേറ്റ് എസ് കെ സുരേഷ് അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാന്യരെ, ശ്രീ എം മോഹൻദാസിൻ്റെ മിനർവയുടെ മൂങ്ങ എന്ന പുസ്തകം എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീവരാഹം മുരളി വളരെ ഭംഗിയായി ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അതിൻ്റെ ഉള്ളടക്കത്തിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. പറയാത്ത ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കടന്നു പോകാം എന്നാഗ്രഹിക്കുകയാണ്. കേരളത്തിൻ്റെ നക്സൽ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രമാണ് ആർ കെ ബിജുരാജിൻ്റെ നക്സൽ ദിനങ്ങൾ എന്ന പുസ്തകം. രണ്ടാമത്, നമ്മുടെ സമീപ പ്രദേശത്ത് നഗരൂർ, കുമ്മൽ, കിളിമാനൂർ പ്രദേശങ്ങളിൽ നടന്ന നക്സൽ ആക്രമണത്തെ ആസ്പദമാക്കിക്കൊണ്ട് മെലിൻഡ ബുക്സിൻ്റെ സാരഥി ശ്രീ ഷാനവാസ് പോങ്ങനാട് എഴുതിയ മറ്റൊരു നോവലുണ്ട്, നിലം തൊട്ട നക്ഷത്രങ്ങൾ. ഈ രണ്ട് പുസ്തകങ്ങളും വായിച്ചതിന് ശേഷമാണ് ഞാൻ മിനർവയുടെ മൂങ്ങ വായിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഈ രണ്ട് പുസ്തകങ്ങളിൽ കൂടി കേരളത്തിലെ നക്സൽ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു യഥാർത്ഥ രൂപം നമുക്ക് കിട്ടും. അപ്പോൾ ഈ നോവൽ വായിക്കുമ്പോൾ, മിനർവയുടെ മൂങ്ങ വായിക്കുമ്പോൾ എന്താണ് യാഥാർത്ഥ്യം, എന്താണ് മിഥ്യ, എന്താണ് വാസ്തവം, എന്താണ് അവാസ്തവം എന്ന് വേർതിരിക്കാനുള്ള ഒരു കഴിവ് തീർച്ചയായും ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ കാര്യം സൂചിപ്പിച്ചത്. ഇവിടെ ശ്രീവരാഹം സൂചിപ്പിച്ചതുപോലെ പീപ്പിൾ വാർ ഗ്രൂപ്പ് നേതാവായ സീതാരാമയ്യയുടെ ജീവിതമാണ് ഇതിൻ്റെ കേന്ദ്രബിന്ദു എന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ അതിനപ്പുറം കേരളത്തിലെ, ഇന്ത്യയിലെ നക്സൽ മാവോ പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവം, അതിൻ്റെ വളർച്ച, തകർച്ച, ഇവയെല്ലാം കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു പുസ്തകമായി എനിക്കിത് അനുഭവപ്പെട്ടു എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. വിപ്ലവകാരിയായ മനുഷ്യനും ഭർത്താവും തമ്മിലുള്ള ആത്മസംഘർഷമാണ് ഇതിൽ നമ്മെ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന ഒരു പ്രത്യേകത. അത് നോവലിൻ്റെ അവസാനം എത്തുമ്പോൾ അതിൻ്റെ പാരമ്യതയിൽ എത്തുന്നതായി നമുക്ക് കാണാം. ചൈനീസ് പക്ഷവും സോവിയറ്റ് പക്ഷവും, അതുപോലെ തന്നെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവിർഭാവം, അതോടൊപ്പം അതിൻ്റെ വളർച്ച, പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള വിഭജനം, അതോടൊപ്പം ഉദയം കൊണ്ട തീവ്ര വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ഉദയം, ആ പ്രസ്ഥാനങ്ങളുടെ നടപ്പാക്കിയ പദ്ധതികൾ, അവരുടെ ഓപ്പറേഷനിൽ വന്ന പാളിച്ചകൾ, ഇതൊക്കെ വന്നപ്പോൾ തോക്കിൻകുഴലിലെ വിപ്ലവവും അതുപോലെ തന്നെ വസന്തത്തിലെ ഇടിമുഴക്കവും ഒക്കെ വെറും മരീചികകളായി മാത്രം മാറിയ അനുഭവമാണ് നമുക്ക് മുന്നിലുള്ളത്. വർഗശത്രുവിനെ ഉന്മൂലനം ചെയ്യണം എന്നുള്ള ആ പ്രത്യയ ശാസ്ത്രം പല പ്രസ്ഥാനങ്ങൾക്കും മാറ്റപ്പെടേണ്ടി വന്നു, അഥവാ അവർ മാറ്റുകയുണ്ടായി. അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനങ്ങൾക്ക് പ്രസക്തി ഇല്ലാതാവുകയും അവ നശിക്കുകയും ചെയ്തിട്ടുള്ള യാഥാർത്ഥ്യം നമുക്കറിയാവുന്നതാണ്. എനിക്ക് നേരിട്ട് പരിചയമുള്ള വ്യക്തിയല്ല ശ്രീ എം മോഹൻദാസ്. തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ധാരാളം യാത്ര ചെയ്യുകയും ധാരാളം ഉൾപ്രദേശങ്ങളിൽ സഞ്ചരിക്കുകയും അങ്ങനെ ഗ്രാമവാസികളുമായി സഹകരിക്കാനും സഹവസിക്കാനും അവസരമുണ്ടാവുകയും അതോടൊപ്പം അവരുടെ സംസ്കാരത്തെ ആഴത്തിൽ പഠിക്കുവാനും കഴിഞ്ഞിട്ടുള്ള ഒരു നോവലിസ്റ്റാണ് ശ്രീ മോഹൻദാസ് എന്ന് ഈ നോവൽ വായനയിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടു. ഓരോ പ്രദേശത്തിൻ്റെയും ഭൂപ്രകൃതിയും കാലാവസ്ഥയും കലാരൂപങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും സംസ്കാരങ്ങളും ഒക്കെ തന്നെ നോവലിൻ്റെ പല ഭാഗത്തും കടന്നു വരുന്നു. സൗഹൃദ സമ്പത്തും അനുഭവജ്ഞാനവും നിരീക്ഷണ പാഠവും തീർച്ചയായും ഈ നോവൽ രചയിതാവിനെ ഏറെ സ്വാധീനിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. റിയലിസവും കാൽപ്പനികതയും റൊമാൻറ്റിസവും ഒക്കെ സമ്മേളിക്കുന്ന ഒരു നോവലാണ് ഇതെന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ.
ഗൗരവമേറിയ ഒരു വിഷയം വളരെ ഗൗരവതരമായുള്ള ഭാഷയിൽ, കാവ്യഭാഷ എന്ന് അദ്ദേഹം സൂചിപ്പിച്ചെങ്കിൽ പോലും വളരെ ഗൗരവതരമായിട്ടുള്ള ഭാഷയിൽ ഹ്രസ്വമായ പ്രതിപാദനത്തിലൂടെ ഭാവാത്മകമായി ശ്രീ മോഹൻദാസ് അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. യാഥാർത്ഥ്യവും അയഥാർത്ഥ്യവും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഈ നോവൽ ഒരു പുതിയ വായനാനുഭവവും അതോടൊപ്പം ഒരു പുതിയ ചരിത്രബോധവും നിങ്ങൾക്ക് സമ്മാനിക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി കരവാരം രാമചന്ദ്രൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ശ്രീ എം മോഹൻദാസിൻ്റെ മൂന്നാമത്തെ പുസ്തകമാണ് മിനർവയുടെ മൂങ്ങ. അതിൻ്റെ രണ്ടാമത്തെ എഡിഷൻ, ആദ്യ എഡിഷൻ കൊല്ലത്തുള്ള സുജില്ലി പബ്ലിക്കേഷൻസാണ് ഇറക്കിയത്. ഇപ്പോൾ അതിൻ്റെ രണ്ടാമത് എഡിഷൻ മെലിൻഡ ഇറക്കിയിരിക്കും. എം മോഹൻദാസ് കവിയും ചെറുകഥാകൃത്തും നോവലിസ്റ്റുമാണ്. മിനർവയുടെ മൂങ്ങ ആന്ധ്രാപ്രദേശിനെ പശ്ചാത്തലമാക്കിക്കൊണ്ട് എഴുതിയിട്ടുള്ള ഒരു നോവൽ. അതിലിവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തെക്കുറിച്ച് പരാമർശമുണ്ട്. ടി വി തോമസും കെ ആർ ഗൗരിയമ്മയും തമ്മിലുള്ള വിവാഹം പാർട്ടി പിളർന്നപ്പോൾ രണ്ടും രണ്ട് പാത്രമായി തീർന്ന കഥ ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നു. പിന്നീട് പാർട്ടി മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഒരു മുന്നണിയിൽ നിൽക്കുകയും ഈ രണ്ടുപേരും മന്ത്രിസഭയിൽ വരികയും ചെയ്തിട്ടും പാർട്ടി ഇവരെ കൂട്ടിയോജിപ്പിക്കാനുള്ള യാതൊരു ശ്രമവും നടത്തുന്നില്ല എന്ന പരാമർശമാണ് കേരളത്തെക്കുറിച്ച് എടുത്തു പറയാവുന്നത്. ഈ നോവലിൻ്റെ ഭൂമികയിലൂടെയൊക്കെ സഞ്ചരിക്കുകയും ഈ നോവലിലെ കഥാപാത്രങ്ങളുടെ അനന്തര തലമുറയിൽപ്പെട്ട ആളുകളെ കാണുകയും ഇതിലെ മുഖ്യ കഥാപാത്രങ്ങളിലൊന്നായ കോടേശ്വരമ്മയുടെ ആത്മകഥ വായിക്കുകയും ഈ പ്രദേശങ്ങളൊക്കെ നേരിട്ട് കാണുകയും ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ഈ നോവൽ എഴുതിയിട്ടുള്ളത് എന്നത് ഒരു പ്രത്യേകതയായി ഞാൻ കാണുകയാണ്. ഇത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ, ഞാൻ പണ്ട് വായിച്ച ഒരു ലിറ്ററേച്ചറിൽ കമ്മ്യൂണിസ്റ്റ് സാഹിത്യത്തിൽ ഇന്ത്യയിൽ 200-ൽ കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ അതിനേക്കാൾ കൂടിക്കാണാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെയുള്ള ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം ഒരു അന്തർധാരയായി ഈ നോവലിൽ ഉണ്ട് എന്നുള്ളതാണ്. വിവിധ മാനങ്ങളിൽ വായിക്കാൻ സാധിക്കുന്ന ഒരു പുസ്തകമാണിത്, ഒരു നോവലാണിത്. ഇതിലെ നായകനും നായികയുമായിട്ടുള്ള സുബ്ബയ്യയും ഈശ്വരമ്മയും, ഇവരുടെ ജീവിതങ്ങൾ നമുക്ക് വെവ്വേറെ വായിക്കാൻ സാധിക്കും. ഏതാണ്ട് വെവ്വേറെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പീപ്പിൾസ് വാർ ഗ്രൂപ്പ് എന്ന് പറയുന്ന 70കളുടെ അവസാനവും 80കളിലും
ഇന്ത്യൻ യുവാക്കളെ വല്ലാതെ ത്രസിപ്പിച്ച ഈ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരുന്ന കൊണ്ടപ്പള്ളി സീതാരാമയ്യയുടെ കഥ. ഈ സീതാരാമയ്യയാണ് ഇതിൽ സുബ്ബയ്യയായി വരുന്നത്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായിരുന്ന കോടേശ്വരമ്മയാണ് ഇതിൽ ഈശ്വരമ്മയായി വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവരുടെ കഥകൾ വെവ്വേറെ നമുക്കെടുത്ത് കാണിക്കാൻ പറ്റും. അങ്ങനെ തന്നെയാണ് ഒരു ഫ്ലാഷ് ബാക്കിൻ്റെ രൂപത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ചരിത്രം വിവരിക്കുന്നതിനിടയിൽ ഈ രണ്ട് കഥാപാത്രങ്ങളുടെയും ജീവിതത്തെ സമാനമായി ആവിഷ്കരിച്ചു പോവുകയും ചെയ്യും. മറ്റൊരു വായന എന്ന് പറയുന്നത് ഇവിടെ മോഡറേറ്റർ സൂചിപ്പിച്ചതുപോലെ മിനർവയുടെ മൂങ്ങ എന്ന് പറയുന്ന ഈ നോവലിൻ്റെ ശീർഷകത്തിന് ആധാരമായ മിനർവയുടെ മൂങ്ങയുടെ ആ ഒരു റോമൻ മിത്തിക്കൽ ക്യാരക്ടറുടെ ആ ക്യാരക്ടറെ അവതരിപ്പിക്കുന്നില്ല എങ്കിലും നമ്മുടെയൊക്കെ ദൈവങ്ങളെപ്പോലെ തന്നെ നിരവധി പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്തിരുന്ന കലയുടെയും സാഹിത്യത്തിൻ്റെയും അതുപോലെ തന്നെ റോമൻ യോദ്ധാക്കളുടെ ദേവതയായിരുന്ന നമ്മുടെ കൊറ്റവൈ, സംഘകാലത്തെ കൊറ്റവൈ എന്ന് പറയുന്ന സങ്കല്പം പോലെ റോമൻ യുദ്ധ ദേവതയായിരുന്ന ഇരുമ്പ് തൊപ്പിയും കവചവും കുന്തവുമായി നടക്കുന്ന ഒരു ദേവതയുടെ വളർത്തു പക്ഷിയാണ് ഈ മൂങ്ങ എന്ന് പറയുന്നത്. മണിയടിക്കുമ്പോൾ നിർത്തും. മണിയടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ മിനർവയ്ക്ക് സമാനമായി ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്രീക്കിലുമുണ്ട് അധീന എന്ന് പറയുന്നത്, ഇന്ത്യയിലുമുണ്ട് ലോഖി പാച്ച എന്നാണ് പറയുന്നത്. അവലംബം 2024 ഫെബ്രുവരിയിൽ മരിച്ച ആറ്റിങ്ങൽ സ്വദേശിയായ വിശ്വവിസ്തൃത ചിത്രകാരൻ്റെ ജീവിതരേഖകളെന്ന് പറയുന്ന ആത്മകഥാപരമായ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് പരാമർശമുണ്ട്. അതും വളർത്തു പക്ഷിയായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ എങ്കിലും ഇതൊരു ഒരു ദുശഗുണമുള്ള പക്ഷിയായിട്ട് പൊതുവെ കരുതപ്പെടുക. അപ്പോൾ ഇവിടെ പറയുന്നത് ഇതിൻ്റെ ദാർശനികമായ തലം എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിച്ച ഒരു സംഭവം നടക്കുമ്പോൾ അതിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക് നടന്ന സംഭവത്തെക്കുറിച്ച് പൂർണ്ണമായ ഒരു ബോധ്യം ഉണ്ടാകണമെന്നില്ല. ആ സംഭവം കഴിഞ്ഞതിന് ശേഷമാണ് കടന്നുപോയ കാലഘട്ടത്തെ നമ്മൾ വിലയിരുത്തുന്നത്. മറ്റൊരു അർത്ഥത്തിലും ഇവിടെ ഉണ്ട്. ഇതിൽ നമ്മൾ കാണാം. കാരണം ഒരു പ്രസ്ഥാനം പലപ്പോഴും അതിൻ്റെ ഈ നോവലിൽ പരാമർശിക്കുന്ന പോലെ തന്നെ ആത്മനിഷ്ഠവും വസ്തുനിഷ്ഠവുമായ സാഹചര്യങ്ങൾ പരിപക്വമാകുന്നതിന് മുമ്പ് അതിലേക്ക് എടുത്തു ചാടുമ്പോൾ ഉണ്ടാകുന്ന പരാജയവും, അവസാനം സുബ്ബയ്യ മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് നൂറുകണക്കിന് ഈ മൂങ്ങകൾ പറന്നു പോകുന്നതായി ഗ്രന്ഥകാരൻ പറയുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിലുള്ള ആളുകളുടെ ആഗ്രഹത്തിനനുസരിച്ചോ ഇന്ത്യൻ സാഹചര്യത്തെ കണക്കിലെടുത്തോ അല്ല. ഏതാനും ഈ പ്രസ്ഥാനത്തോട് ആകൃഷ്ടരായ ഏതാനും ആളുകൾ സോവിയറ്റ് യൂണിയനിൽ പോകുമ്പോൾ സോവിയറ്റ് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിൽ വരുന്നത്. അതുപോലെ തന്നെ തെലുങ്കാന സമരത്തിലും നമുക്കറിയാം. തെലുങ്കാന സമരം പരാജയപ്പെട്ടേക്കാം, പക്ഷേ എങ്കിലും ഹൈദരാബാദിൽ അല്ലെങ്കിൽ നിസാമിൻ്റെ അങ്ങേയറ്റം ചൂഷണപരമായ, അങ്ങേയറ്റം മർദ്ദന ഒരു ഉപകരണമെന്ന നിലയിൽ സാമാന്യ ജനങ്ങളെ, സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിൽ
ജീവിക്കുന്ന ആളുകളെ ചൂഷണം ചെയ്യുന്ന വ്യവസ്ഥയ്ക്കെതിരെ നടത്തിയ സമരമാണ്. അത് പരാജയപ്പെടും. പക്ഷേ അവിടെയും ഗവൺമെൻറ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത് സോവിയറ്റ് യൂണിയൻ്റെ സ്റ്റാലിൻ്റെയും മൊളോട്ടോവിൻ്റെയും നിർദ്ദേശമനുസരിച്ച് നെഹ്റുവിൻ്റെ സോഷ്യലിസ്റ്റ് ഗവൺമെൻറ്റിനോട് സഹകരിച്ച് പ്രവർത്തിക്കണം എന്നുള്ള ഒരു ഡയറക്ഷൻ്റെ അടിസ്ഥാനത്തിൽ ഏകപക്ഷീയമായി ഈ തെലുങ്കാന സമരം അവസാനിപ്പിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ നോവലിനും നോവലിസ്റ്റിനും പ്രസാധകനും എല്ലാവിധ ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് നിങ്ങളെല്ലാം ഈ പുസ്തകം വായിക്കണമെന്ന അഭ്യർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും. ഈ ചർച്ചയുടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതിൽ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി നമ്മുടെ നോവലിസ്റ്റിനെ ക്ഷണിക്കുകയാണ്. 1 മിനിറ്റ്. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, നമ്മുടെ ഘടികാരം അതിവേഗം അഴിഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ഔപചാരികമായ നന്ദി പ്രകാശനത്തിൽ എൻ്റെ വാക്കുകൾ ഒഴുക്കുകയാണ്. ഇവിടെ എൻ്റെ ഈ പുസ്തകം ചർച്ച ചെയ്യാൻ സന്മനസ് കാണിച്ച നിയമസഭാ പുസ്തകോത്സവത്തിൻ്റെ സാരഥികൾക്കും ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിച്ച മെലിൻഡ ബുക്സും അതിൻ്റെ സാരഥി ശ്രീ ഷാനവാസ് പൊങ്ങനാടിനും ഇന്നിവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മോഡറേറ്ററായി എൻ്റെ പുസ്തകം അവതരിപ്പിച്ച ശ്രീ സീവരാഗം മുരളിക്കും അതുപോലെ തന്നെ ഈ സംസാരിച്ച അഡ്വക്കേറ്റ് SK സുരേഷിനും ശ്രീ കരവാരം രാമചന്ദ്രനും എൻ്റെ വ്യക്തിപരമായ പേരുള്ള അഗാധമായ നന്ദി രേഖപ്പെടുത്തുന്നു.